ഇത് നമ്മളുടെ ലാസ്റ്റ് വീഡിയോയുടെ ഒരു കണ്ടിന്യൂഷൻ ആണ്. അതിൽ ഏകദേശം ഈ ഒരു സ്റ്റെപ്പായ സമയത്ത് ഒരു ബ്രേക്ക് വന്നു. സോ ഇവിടെ മുതൽ നിങ്ങളൊന്ന് കണ്ടിന്യൂസ് ആയിട്ട് നോക്കുക. നമ്മൾ ഏകദേശം അടുത്തൊരു സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. സോ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു സെയിം റിസൾട്ട് ആയിരുന്നു ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്തിരുന്നത്. ഒരു ലാംഡ നമ്മളുടെ പുറത്തുണ്ട്. സോ എക്സ് സ്ക്വയർ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ലാംഡ എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ഇ റൈസ് ടു മൈനസ് ലാംഡ എക്സ് ബൈ മൈനസ് ലാംഡ മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x ഇൻറ്റു നേരത്തെ നമ്മൾ ചെയ്തതാണ്. ഇതിൻ്റെ ഇൻ്റഗ്രൽ ചെയ്യുമ്പോൾ ഇ റൈസ് ടു മൈനസ് ലാംഡ എക്സ് ബൈ ലാംഡ സ്ക്വയർ. അടുത്തൊരു ടേമും കൂടി ഇവിടെ ഉണ്ട്. പ്ലസ് 2xൻ്റെ ഡെറിവേറ്റീവ് 2 ഇൻറ്റു ഇതിൻ്റെ ഇൻ്റഗ്രൽ വരും. ഇതിൻ്റെ ഇൻ്റഗ്രലാണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ മൈനസിനെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതിൻ്റെ ഇൻ്റഗ്രൽ ആ ഒരു ഫംഗ്ഷൻ്റെ ആണല്ലോ നമ്മൾ ചെയ്തു പോകുന്നത്. എന്ത് വരും? ഇ റൈസ് ടു മൈനസ് ലാംഡ എക്സ് ഡിവൈഡഡ് ബൈ ലാംഡ ക്യൂബ്. ഒരു മൈനസും ഉണ്ടാവും, കാരണം 1 ബൈ ലാംഡ സ്ക്വയർ പുറത്ത് വരും. ഇ റൈസ് ടു മൈനസ് ലാംഡ എക്സിൻ്റെ ഇൻ്റഗ്രൽ ഇ റൈസ് ടു മൈനസ് ലാംഡ എക്സ് ഡിവൈഡഡ് ബൈ മൈനസ് ലാംഡ എന്ന് വരും. സോ നമുക്കിത് ക്ലോസ് ചെയ്യാം 0 ടു ഇൻഫിനിറ്റി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആ ഇൻ്റഗ്രേഷൻ ചെയ്യേണ്ടത് എന്നുള്ളത് ഓർത്ത് വെക്കുക. നിങ്ങൾ ശ്രദ്ധിക്കണം, നേരത്തെ വീഡിയോൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആണ്. ഒരു സ്റ്റെപ്പ് ആയ സമയത്ത് ചെറിയൊരു ബ്രേക്ക് വന്നു. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മൈനസ് പ്ലസ് ആ ഒരു കണ്ടിന്യൂഷനാണ് തുടരുന്നത് എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ലാംഡ ഇൻറ്റു നമുക്കറിയാം നേരത്തെ പോലെ മൈനസ് ഇൻഫിനിറ്റി എല്ലാത്തിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് എന്താവും? ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ 0 ആവും, മൈനസ്. ഇനി നമ്മൾ എക്സിന് 0 കൊടുത്താലും ഇത് രണ്ടും 0, ഈ ഒരു ടേം മാത്രമായിട്ടുണ്ടാവും. ഈ ഒരു ടേമിൽ ആരൊക്കെ ഉണ്ട്? 2, ദെൻ ഇ റൈസ് ടു മൈനസ് 0 ഇ റൈസ് ടു 0 1 വരും. സോ 2 ബൈ മൈനസ് ലാംഡ ക്യൂബ് ഉണ്ടാവും. സോ നമുക്ക് എന്ത് ചെയ്യാം? ലാംഡ ഇൻറ്റു മൈനസും മൈനസും പ്ലസ് ആവും 2 ബൈ ലാംഡ ക്യൂബ് വിച്ച് ഈസ് ഈക്വൽ ടു 2 ബൈ ലാംഡ സ്ക്വയർ. പി ഓഫ് എക്സ് സ്ക്വയർ നമുക്ക് എന്ത് കിട്ടി? 2 ബൈ ലാംഡ സ്ക്വയർ എന്ന് കിട്ടി. നിങ്ങൾ മൈനസ് പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം ഇത് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴുള്ള മൈനസ് ആണ്. ഇത് നമ്മളുടെ റിസൾട്ടായിട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്ക് വി ഓഫ് എക്സ് ഒന്ന് കണ്ടു നോക്കാം. വി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ അല്ലേ. അപ്പോൾ 2 ബൈ ലാംഡ സ്ക്വയർ മൈനസ് നമുക്ക് ഇ ഓഫ് എക്സ് ആയിട്ട് കിട്ടിയത് 1 ബൈ ലാംഡ ആയിരുന്നു. 1 ബൈ ലാംഡ സ്ക്വയർ എന്ന് വരും വിച്ച് ഈസ് ഈക്വൽ ടു 2 ബൈ ലാംഡ സ്ക്വയർ മൈനസ് 2 ബൈ ലാംഡ സ്ക്വയർ മൈനസ് 1 ബൈ ലാംഡ സ്ക്വയർ എന്താ വരിക? 1 ബൈ ലാംഡ സ്ക്വയർ. ഇതാണ് എന്ത് വരിക? എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ്റെ വേരിയൻസ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളുടെ മീൻ എന്ന് പറയുന്നത് ഒരു എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ മീൻ എന്ന് പറയുന്നത് 1 ബൈ ലാംഡയാണ്, അല്ലെങ്കിൽ ബീറ്റയിലാണ് പറയുന്നതെങ്കിൽ വേരിയൻസ് എന്ന് പറയുന്നത് വി ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ബൈ ലാംഡ സ്ക്വയർ ആണ്, അല്ലെങ്കിൽ ബീറ്റ സ്ക്വയർ ആണ്. അപ്പോൾ നിങ്ങൾ ബീറ്റയിലാണെങ്കിൽ ജസ്റ്റ് അതിനൊന്ന് റെസിപ്രോക്കലായിട്ട് എടുക്കണം, ലാംഡയിലുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. കാരണം 1-2 ക്വസ്റ്റ്യൻ പേപ്പറിൽ ബീറ്റ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ പ്രീവിയസ് ഇയർ നമുക്ക് സ്കീം വന്നതിലൊക്കെ ലാംഡയിൽ തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എന്ന് പറയുന്നത് 1 ബൈ ലാംഡയാണ്, അതേപോലെ വേരിയൻസ് എന്ന് പറയുന്നത് 1 ബൈ ലാംഡ സ്ക്വയർ ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? അതിൽ ചോദിച്ചിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസ്, വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കാം. യെസ്, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. The mileage which car owners get with a certain kind of radial tire is a random variable having an exponential distribution with a mean 20,000 km. മീൻ കറക്റ്റ് ആ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. നമ്മളോട് 2 പ്രോബിലിറ്റിയാണ് ചോദിച്ചത്. അറ്റ്ലീസ്റ്റ് 10,000 കിലോമീറ്റർ, അറ്റ്മോസ്റ്റ് 10,000 കിലോമീറ്റർ. ഈ രീതിയിൽ 2 ക്വസ്റ്റ്യനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ആ ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് നമുക്കറിയാം, നമ്മളിപ്പോൾ പറഞ്ഞു ലാംഡ ഇ റൈസ് ടു മൈനസ് ലാംഡ എക്സ് ആണ്. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആകുമ്പോൾ ദെൻ മീൻ അവിടെ തന്നിട്ടുണ്ട്. മീനായിട്ട് നമുക്ക് തന്നിട്ടുള്ളത് 20,000 ആണ്. അതായത് തന്നിട്ടുള്ളത് മീന് നമുക്കറിയാം 1 ബൈ ലാംഡ എത്രയാണ് തന്നത്? 20,000 ആണ് 1 ബൈ ലാംഡ. 1 ബൈ ലാംഡ 20,000 ആണെങ്കിൽ ലാംഡ എന്ത് വരും? 1 ബൈ 20,000 എന്ന് വരും. നിങ്ങളിപ്പോൾ സീറോസ് പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം വലിയ വലിയ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഉണ്ടാവുക, 10,000 20,000 ഒക്കെ. അപ്പോൾ കൃത്യമായിട്ട് സീറോസ് വെച്ചിട്ട് ആൻസർ ചെയ്യാം. പ്രീവിയസ് ഇയർ ചോദിച്ചതും ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇനി നമുക്ക് നേരെ ക്വസ്റ്റ്യനിലോട്ട് പോകാനേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ ഫംഗ്ഷനും ഉണ്ട്. സോ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 10,000. നമുക്കറിയാം അറ്റ്ലീസ്റ്റ് 10,000 എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കേണ്ട ഏത് പ്രോബിലിറ്റിയാണ്? എക്സ് ഗ്രേറ്റർ ദാൻ 10,000 ആണ്. അറ്റ്ലീസ്റ്റ് നമ്മൾ ഏറ്റവും കുറവ് 10,000 എന്നാണ്. ഈ പ്രോബിലിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഇക്വേഷൻ അറിയാലോ, ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ആണ് നമ്മളുടെ ഇക്വേഷൻ. അത് വേണമെങ്കിൽ ഞാൻ 2 സ്റ്റെപ്പായിട്ട് തന്നെ ചെയ്താൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ് ഇക്വേഷൻ. പക്ഷേ ഇവിടെ
നമുക്ക് ഗ്രേറ്റർ ദാൻ 10,000 ആയതുകൊണ്ട് 10,000 ടു ഇൻഫിനിറ്റി ചെയ്താൽ മതി. കാരണം 10,000 അങ്ങോട്ട് അപ്പുറത്തേക്കേ ഉള്ളൂ. അപ്പോൾ 10,000 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ലാംഡ ഇ റൈസ് ടു മൈനസ് ലാംഡ എക്സ് ആണ്. 1/20,000 ഇ റൈസ് ടു മൈനസ് ലാംഡ എക്സ് എന്ന് വരും. അതായത് ഇ റൈസ് ടു മൈനസ് എക്സ് ബൈ 20,000 ഡി എക്സ്. ഇതാണ് നമ്മളുടെ ഫംഗ്ഷൻ ആയിട്ട് വരിക. ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് മറക്കുന്നുണ്ട്, നിങ്ങൾക്ക് കൂടെ ആൻസർ ആയിട്ട് പോയാൽ മതിയല്ലോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതെങ്ങനെ വന്നു? ഇ റൈസ് ടു മൈനസ് ലാംഡ എക്സ് ആണ്. ലാംഡയ്ക്ക് പകരം 1/20,000 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1/20,000 പുറത്തേക്ക് വന്നു. 1/20,000 പുറത്തേക്ക് വന്നു. ദെൻ ഇ റൈസ് ടു മൈനസ് എക്സ് ബൈ 20,000 ഇൻ്റഗ്രൽ. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഇ റൈസ് ടു എ എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ഇ റൈസ് ടു എ എക്സ് ബൈ എ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ സ്ഥാനത്ത് മൈനസ് 1/20,000. അപ്പം ഇ റൈസ് ടു മൈനസ് എക്സ് ബൈ 20,000 ഡിവൈഡഡ് ബൈ മൈനസ് 1/20,000. കാരണം എന്തുകൊണ്ടാണ്? ഇവിടെ എ എന്ന് പറയുന്നത് മൈനസ് 1/20,000 ആണ്. സോ ആ റിസൾട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം 0 ടു ഇൻഫിനിറ്റി. ഇനി എന്താ സംഭവിക്കാം? ഈ 1/20,000 1/20,000 ക്യാൻസൽ ആയിപ്പോയി. ദെൻ മൈനസ്, ഒരു മൈനസിനെ ഞാൻ പുറത്ത് വെച്ചു. ഇനി എൻ്റെ കയ്യിൽ എന്തുണ്ട്? ഇ റൈസ് ടു മൈനസ് എക്സ് ബൈ 20,000 0 ടു ഇൻഫിനിറ്റി. നമുക്ക് കൊടുത്തു നോക്കാം എന്താ സംഭവിക്കുക. എക്സിന് ഇൻഫിനിറ്റി കൊടുത്താൽ ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി 0, മൈനസ് എക്സിന് 0 കൊടുത്താൽ 0 അല്ല, നമ്മളുടെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഇവിടെ 0 അല്ല, ഇവിടെ 10,000 ആണ്. 10,000 ആണ്. സോ ഇവിടെയും നമുക്ക് 10,000. നമ്മുടെ വാല്യൂവിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നതാണ്. 10,000 ടു ഇൻഫിനിറ്റി ആണല്ലോ നമ്മൾ പോകുന്നത്, 0 അല്ല. 10,000 ടു ഇൻഫിനിറ്റി. ഓക്കെ, അപ്പോൾ എന്ത് വരും? ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ 0 ആയി. ഇനി 10,000 എക്സിന് കൊടുത്താൽ എന്തുണ്ടാവും? ഇ റൈസ് ടു മൈനസ് 10,000 ഡിവൈഡഡ് ബൈ 20,000. 10,000 ഡിവൈഡഡ് ബൈ 20,000 എന്നുള്ളൊരു ആൻസർ കിട്ടും. കാരണം എക്സിന് ജസ്റ്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. സോ ഈ മൈനസിനെയും കൂടി അകത്ത് എടുത്തത് പ്ലസ് ആയിട്ട് മാറും. ഇ റൈസ് ടു മൈനസ് 1/2. സീറോസ് കട്ട് ചെയ്ത് പോയാൽ ഇ റൈസ് ടു മൈനസ് 1/2. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. അതായത് അറ്റ്ലീസ്റ്റ് 10,000 കിലോമീറ്റർ വരാനുള്ള ഈ രീതിയിലാണ് വരിക. ഇനി ബി ക്വസ്റ്റ്യൻ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ബി ക്വസ്റ്റ്യനായിട്ട് അറ്റ്മോസ്റ്റാണ് പറഞ്ഞത്. അതായത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10,000 ആണ് പറയുന്നത്. അതിന് നമുക്ക് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 10,000 എന്ന് എഴുതാം. അത് നിങ്ങൾ കൊണ്ട് ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല. ചെയ്യുകയാണെങ്കിൽ 0 ടു 10,000 എന്നുള്ളൊരു രീതിയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അതിലും നല്ല നമ്മളിതാ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 10,000 ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വരും 1 മൈനസ് ഇ റൈസ് ടു മൈനസ് 1/2. അത് ആൻസർ ചെയ്താൽ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ രീതിയിലാണ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസിൻ്റെ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ നമ്മൾ എക്സ്പൊണൻഷ്യലിൽ ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി നോക്കാം. നമുക്ക് അവിടെ ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്ത് നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് എക്സ്പൊണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷനാണ് ഫോളോ ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ദെൻ അതിൻ്റെ കൂടെ തന്നെ ബീറ്റ ആയിട്ടാണ് തന്നത്. അപ്പോൾ ഞാൻ അതിന് ലാംഡയിലോട്ട് മാറ്റിയാണ്. ബീറ്റയിൽ നമുക്ക് ചെയ്യാം. ബീറ്റ നമുക്കറിയാം 1/λ വിച്ച് ഈസ് ഈക്വൽ ടു 1/2 എന്നാണ് തന്നത്. സോ ലാംഡ ഈക്വൽ ടു 2. നമുക്ക് ലാംഡയിൽ നമ്മൾ പഠിച്ചതുകൊണ്ട് ഞാൻ അതിനെ ലാംഡയിലോട്ട് മാറ്റി. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി that the machine will work continuously at least 1 hour. At least 1 hour എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1 ചെയ്താൽ മതി. അറ്റ്ലീസ്റ്റ് ഗ്രേറ്റർ ദാൻ ആയാലും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയാലും പ്രശ്നമില്ല കേട്ടോ. കാരണം ഇൻ്റഗ്രേഷൻ്റെ സമയത്ത് നമ്മൾ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുന്നത് 1 ആണ്. എന്തായാലും 1 to ആണ് പോവുക. അത് ഈക്വൽ ടു ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഡിസ്ക്രീറ്റിൽ നിങ്ങളത് ശ്രദ്ധിക്കണം. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പറഞ്ഞാൽ മാത്രമേ ആ 1 അവിടെ പ്രസക്തിയുള്ളൂ. അത് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കുക. സോ വിച്ച് ഈസ് ഈക്വൽ ടു നമ്മളിനി വീണ്ടും -0 to ഇൻഫിനിറ്റി എഴുതുന്നില്ല. നമുക്കിവിടെ ഡയറക്റ്റ് ആയിട്ട് 1 to ഇൻഫിനിറ്റി എന്ന് എഴുതാം. 1 തന്നെ ആയതുകൊണ്ട് നമ്മൾ 1 to ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് വരും. സോ ഇൻ്റഗ്രൽ 1 to ഇൻഫിനിറ്റി നമ്മളുടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ലാംഡ ഇ റൈസ് ടു മൈനസ് ലാംഡ എക്സ്, അതായത് 2 ഇ റൈസ് ടു മൈനസ് 2x. ലാംഡ 2 ആയതുകൊണ്ട് ഡി എക്സ്. വളരെ സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ ആണിത്. നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. വിച്ച് ഈസ് ഈക്വൽ ടു 2നെ ഞാൻ പുറത്തേക്ക് വെച്ചു. ഇൻ്റഗ്രൽ 1 to ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് 2x ഡി എക്സ്. വീണ്ടും ഞാൻ റിസൾട്ട് ഒന്നും കൂടി എഴുതുന്നു. ഇ റൈസ് ടു എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു എക്സ് ബൈ എ ആണ്. സോ എന്ത് വരും? 2 into
ഇ റേസ് ടു മൈനസ് ടു എക്സിൻ്റെ ഇൻ്റഗ്രൽ ഇ റേസ് ടു മൈനസ് ടു എക്സ് ഡിവൈഡഡ് ബൈ -2. എന്തുകൊണ്ടാണ് എൻ്റെ സ്ഥാനത്ത് -2 ആണ്. 1 to ഇൻഫിനിറ്റി. യെസ്, 2 × 2 ക്യാൻസൽ ചെയ്തു പോകുന്നു. നേരത്തെ പോലെ മൈനസ് പുറത്ത് വരും. ദെൻ ആരുണ്ട്? ഇ റേസ് ടു -2x 1 to ഇൻഫിനിറ്റി. എന്ത് വരും? എക്സിന് ഇൻഫിനിറ്റി കൊടുത്താൽ ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി 0 മൈനസ് എക്സിന് 1 കൊടുത്താൽ ഇ റേസ് ടു -2. സോ മൈനസും മൈനസും ക്യാൻസലായി. ആൻസർ ഇ റേസ് ടു -2 എന്ന് വരും. അപ്പോൾ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ നിന്ന് മെയിനായിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് എന്താണ് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ. എഫ് ഓഫ് എക്സ് ലാംഡ ഇ റേസ് ടു മൈനസ് ലാംഡ എക്സ്, അല്ലെങ്കിൽ നമുക്ക് ബീറ്റ പറയുകയാണെങ്കിൽ 1/λ നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് പറയാം. ദെൻ അടുത്തതായിട്ട് അതിൻ്റെ മീന് വേരിയൻസ്. 1/λ ആണ് മീന്, 1/λ² ആണ് വേരിയൻസ്. അതിൻ്റെ പ്രൂഫ് ശ്രദ്ധിക്കുക. 2 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനിയുള്ള വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് അതിലെ പ്രോബ്ലംസ്, പ്രീവിയസ് ഇയർ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ഇനിയുള്ള വീഡിയോസിൽ ചെയ്യും. ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്തെടുക്കുക. എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ റൈസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.